ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിക്ഷണറി ട്രാവേഴ്സിങ് ആണ്. ഓക്കെ, എങ്ങനെ ഡിക്ഷണറിയിലുള്ള വാല്യൂസ് എങ്ങനെ റീഡ് ചെയ്യാം, അതുപോലെ ഡിക്ഷണറിയിലോട്ട് എങ്ങനെ വാല്യൂസ് ആഡ് ചെയ്യാം, ലിസ്റ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഡിക്ഷണറിയിലോട്ട് വാല്യൂസ് ആഡ് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റുഡൻറ്റ് മാർക്സ് എന്ന് പറഞ്ഞ് ഞാനൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുവാണ്. കർലി ബ്രാക്കറ്റ്സ്. ഓക്കെ, അപ്പം നമ്മളൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, നമുക്ക് ഇതിലുള്ള, അതായത് നമുക്ക് ആദ്യം ഒന്ന് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഇതിലുള്ള ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് കീസും വാല്യൂസും പ്രിൻറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയല്ലേ. ഇങ്ങനെ യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് മാർക്സ് ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യാം അല്ലേ, ഫോർ ലൂപ്പ് യൂസ് ചെയ്ത്. അതുപോലെ കീസ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഡോട്ട് കീസ് വെച്ച് ചെയ്യാം. ഇനി ഇത് രണ്ടും അല്ലാതെ ചുമ്മാ സ്റ്റുഡൻറ്റ് മാർക്സ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കിയാൽ ഫോർ ഐ ഇൻ സ്റ്റുഡൻറ്റ് മാർക്സ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കി എന്ത് വരുന്നു നോക്കാം. ഇവിടെ സ്റ്റുഡൻറ്റ് മാർക്സ് ഡോട്ട് കീസ് ആണെങ്കിൽ കീസ് പ്രിൻ്റ് ആവുമായിരുന്നു, ഈ ഡിക്ഷണറിയിലകത്തുള്ള കീസ് മാത്രം പ്രിൻ്റ് ആവുമായിരുന്നു. വാല്യൂസ് കൊടുത്തിരുന്നെങ്കിൽ വാല്യൂസ് മാത്രം പ്രിൻ്റ് ആവുമായിരുന്നു. ഇവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, സ്റ്റുഡൻറ്റ് മാർക്സ് അപ്പാടെയാണ് കൊടുത്തിട്ടുള്ളത്. സോ കീസും ഉണ്ട് വാല്യൂസും ഉണ്ട് അല്ലേ. ഐയുടെ വാല്യൂ ഓരോ തവണയും ഇവിടെ കീ വാല്യൂ പെയറായിട്ടാണല്ലേ ഓരോ എലമെൻറ്റ് ഇരിക്കുന്നത്. സോ ഐയിലോട്ട് എന്താണ് പോവുക, എന്താണ് പ്രിൻ്റായി കിട്ടുക എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, എന്താ ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്? അനു അഭിരാധ. യെസ്, കീസ് മാത്രമാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. സോ ഡോട്ട് കീസ് യൂസ് ചെയ്തില്ലെങ്കിലും നോർമലി ഡിക്ഷണറിയുടെ പേര് യൂസ് ചെയ്താലും ഡോട്ട് കീസ് യൂസ് ചെയ്താലും ഇത് യൂസ് ചെയ്താലും കിട്ടുന്നത് എന്താണ്? കീസാണ്. ഡോട്ട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇതിലെ വാല്യൂസ് മാത്രം പ്രിൻ്റായി കിട്ടും. ഡോട്ട് കീസ് എന്ന് പറഞ്ഞ് കീസ് കൊടുത്താൽ എന്ത് കിട്ടും? അഗെയിൻ അനുപീരാത. അല്ലാതെ ഒന്നുമില്ലാതെ ചുമ്മാ ഡിക്ഷണറി മാത്രം കൊടുത്താൽ എന്തായിരിക്കും കിട്ടുന്നത്? കീസ് ആയിരിക്കും കിട്ടുന്നത്. ഔട്ട്പുട്ട് നോക്കും. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ കീസും വാല്യൂസും പ്രിൻ്റ് ആയി കിട്ടണമെങ്കിൽ, ഇത്രയും നേരം നമ്മൾ കീസ് പ്രിൻ്റ് ചെയ്യുന്നത് പറഞ്ഞു, വാല്യൂസ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി കീസും വാല്യൂസും കിട്ടണമെങ്കിൽ എന്തായിരിക്കും? നമുക്കറിയാം അല്ലേ, ഇങ്ങനെ ചെയ്താൽ ഫോർ ഐ ഇൻ സ്റ്റുഡൻറ്റ് മാർക്സ് പ്രിൻ്റ് ഐ ചെയ്താൽ കീസ് കിട്ടും. അതിൻ്റെ കൂടെ എന്തും കൂടെ കിട്ടണം? വാല്യൂസും കൂടെ കിട്ടണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ വട്ടവും ഇതിലെ കീ ഐയിലോട്ട് പോകും. ഇപ്പം ഫസ്റ്റ് ടൈം ലൂപ്പ് റൺ ആകുമ്പം അനു എന്നുള്ള കീ ഐയിലോട്ട് പോകും. പിന്നീട് ലൂപ്പ് റൺ ആകുമ്പോൾ അബി എന്ന് പറയുന്ന കീ ഐയിലോട്ട് പോകും. പിന്നീട് രാധ എന്നുള്ള കീ ഐയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോർമലി കീ കിട്ടിക്കഴിഞ്ഞ വാല്യൂസ് എങ്ങനെയായിരുന്നു പ്രിൻ്റ് ചെയ്യുന്നത്? ആ ഡിക്ഷണറിയുടെ പേര്, നെയിം ഓഫ് ദ ഡിക്ഷണറി, എന്നിട്ട് എന്ത് ചെയ്യും? ഒരു
സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആ കീ കൊടുക്കും അല്ലേ. ലിസ്റ്റും ടപ്പിളും ആയിരുന്നെങ്കിൽ ഇൻഡെക്സ് ആയിരുന്നു കൊടുക്കുക, ഇവിടെ എന്ത് കൊടുക്കും, കീ കൊടുക്കും. അപ്പോൾ ഓരോ വട്ടം ലൂപ്പ് റൺ ആവുമ്പോഴും ഇവിടെ നമ്മുടെ കീ എന്തായിരിക്കും, കീ ഏതിലോട്ടാണ് സ്റ്റോർ ആവുന്നത്, ഐയിലോട്ട്. ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താ എറർ സംഭവിച്ചത്, എന്താ, സ്റ്റുഡൻറ് നെയിം അല്ല, വേരിയബിളിന്റെ നെയിമിൽ സ്റ്റുഡൻറ് മാർക്സ്. റൺ ചെയ്ത് നോക്കാം, ഔട്ട്പുട്ട് നോക്കാം. വന്നല്ലേ. ഇപ്പം കീയും വാല്യൂസും വന്നു. എന്താ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള, ഐ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കീസ് പ്രിന്റ് ആവും എന്തായാലും. സോ ആ ഓരോ തവണ പ്രിന്റ് ആവുന്ന കീ ആയിട്ടുള്ള വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആ ഒരു കീ മെൻഷൻ ചെയ്താൽ മതി. ഇവിടെ കീ ഓരോ തവണ ഏതിലോട്ടാണ് സ്റ്റോർ ആവുന്ന, ഐയിലോട്ട്. സോ കീ പ്രിന്റ് ആവുമ്പോൾ തന്നെ ആ കീ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂസും കൂടെ പ്രിന്റ് ആവണം. കഴിഞ്ഞ വീഡിയോസ് കാണാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ കീസ് യൂസ് ചെയ്ത് എങ്ങനെ വാല്യൂസ് ആക്സസ് ചെയ്യാന്നുള്ളത്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതിലൊരു കീ യൂസ് ചെയ്ത്, ഇപ്പം അനു എന്നുള്ള കീ യൂസ് ചെയ്ത് ഇത് റൺ ചെയ്താൽ എന്താ കിട്ടുന്നത്, എന്താ എറർ സംഭവിച്ചത്, പ്രിന്റ് സ്റ്റുഡൻറ് മാർക്സ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് ഐ മീൻ കൊട്ടേഷനിൽ കൊടുക്കണം. കാരണം എന്താണ്, നമ്മുടെ കീ എന്താണ്, ഇതാണല്ലേ, അതാണ് എറർ സംഭവിച്ചത്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്ത് കിട്ടി, 19 കിട്ടി. ഈ സെയിം കോൺസെപ്റ്റ് ആണ് എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, സ്റ്റുഡൻറ് മാർക്സ് ബ്രാക്കറ്റിനകത്ത് ഐ കൊടുത്തിട്ടുള്ളത്. സോ അവിടെ ഓരോ തവണയും അനു എന്നുള്ള വാല്യൂ, അബി എന്നുള്ള വാല്യൂ, രാധ എന്നുള്ള വാല്യൂ ഐയിലോട്ടാണ് സ്റ്റോർ ആവുന്നത്. സോ ആ അത്രയും തവണ എന്താക്കണം, സ്റ്റുഡൻറ് മാർക്സ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഐ വെച്ചിട്ട് ആ വാല്യൂസ് പ്രിന്റ് ചെയ്യണം. ഇനി നമുക്ക് വേറൊരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാം. കീസും വാല്യൂസും പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, ഫോർ ലൂപ്പ് വെച്ച് ഞാനിപ്പോൾ പറഞ്ഞ രീതി. നമുക്ക് വേറൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫോർ ഡിക്ഷണറി മൊത്തത്തിൽ കളഞ്ഞു ഞാൻ. കിട്ടിയല്ലേ. ഇനി നമുക്ക് രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്യാം. രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ഇപ്പോൾ പഠിച്ച ലൂപ്സിലൊക്കെ എന്താണ്, ഒരു ലൂപ്പ് വേരിയബിളേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. നമുക്ക് രണ്ട് ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റുമോ. ഞാനിപ്പോൾ ഐ വി എന്ന് പറഞ്ഞ് രണ്ട് ലൂപ്പ് വേരിയബിൾ എടുത്തിട്ടുണ്ടേ. ഇപ്പം നമ്മൾ നേരത്തെ എന്തുകൊണ്ടാണ്, നമ്മൾ നേരത്തെ ഫോർ ഐ ഇൻ സ്റ്റുഡൻറ്റ് മാർക്സ് എന്ന് കൊടുത്തപ്പോൾ എന്ത് മാത്രമേ പ്രിൻ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, കീ മാത്രമേ പ്രിൻ്റായി കിട്ടിയിട്ടുള്ളായിരുന്നു. ഇനി ഞാൻ രണ്ട് വേരിയബിൾ യൂസ് ചെയ്താൽ എനിക്ക് കീയും വാല്യൂവും പ്രിൻ്റ് ആവുമോ നോക്കാം. എന്ത് ചെയ്യണം, പ്രിന്റ് ഐയും വിയും ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താ സംഭവിച്ചേ, എന്താ കാണിക്കുന്നത്, വാല്യൂ എറർ വന്നു അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്,
ടു മെനി വാല്യൂസ് ടു അൺപാക്ക്. അതെന്താണുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതേ സാധനം ഞാൻ സ്റ്റുഡൻറ്റ് മാർക്സ് ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞ് ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ കൊടുക്കുവാണ്, സ്റ്റുഡൻറ്റ് മാർക്സ് ഡോട്ട് ഐറ്റംസ്. സ്റ്റുഡൻറ്റ് മാർക്സ് എന്ന് കൊടുക്കുന്നതിന് പകരം സ്റ്റുഡൻറ്റ് മാർക്സ് ഡോട്ട് ഐറ്റംസ് എന്ന് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. വന്നു അല്ലേ? എന്താ, നമുക്ക് കീസും വാല്യൂസും പ്രിൻ്റായി കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി അല്ലാതെ ഞാൻ ഈ 2 വേരിയബിൾ മാറ്റി അഗെയിൻ ഒരു വേരിയബിൾ നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓൾറെഡി കിട്ടിയേക്കുന്ന ഔട്ട്പുട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പം എന്താ കിട്ടിയേക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്, ഓരോ എലമെൻറ്റ്, അതായത് ഓരോ കീയും അതിൻ്റെ വാല്യൂ ടപ്പിളായിട്ടാണ് ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത്. എങ്ങനെയാണ് ടപ്പിളായിട്ടാണ് ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത്? അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയേ. ഈ ടെർമിനലിനകത്ത് നേരത്തെ കിട്ടിയേക്കുന്ന ഔട്ട്പുട്ടിനകത്ത് എന്താണ്, ടപ്പിളായിട്ടല്ല കിട്ടിയേക്കുന്നത് അല്ലേ? ഐയുടെ കീ വാല്യൂ സെപ്പറേറ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. എപ്പോൾ നമ്മൾ 2 ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്തപ്പോൾ. ഇപ്പോൾ ഒരൊറ്റ ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്ത്, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് എന്താ, ഡോട്ട് ഐറ്റംസ് ഉള്ള ഫംഗ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ കിട്ടുള്ളൂ, കീ മാത്രമേ കിട്ടുള്ളൂ. അപ്പം നേരത്തെ കിട്ടിയത് കീ വാല്യൂ സെപ്പറേറ്റ് വാല്യൂസ് ആയി കിട്ടി. ഇപ്പം എന്താ കിട്ടിയേക്കുന്നത്, ഒരു വേരിയബിൾ യൂസ് ചെയ്തപ്പോൾ ഒരു ടപ്പിളായിട്ടാണ് കിട്ടിയേക്കുന്നത് അല്ലേ? ഒരു ടപ്പിളായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മളൊരു സെൻറ്റൻസ് കണ്ടു അല്ലേ, ടു മെനി വാല്യൂസ് ടു അൺപാക്ക്. ഇവിടെ 2 വേരിയബിൾ യൂസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, നമുക്ക് ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മതി. എന്താ സംഭവിച്ചത്, ആദ്യത്തെ തവണ എന്താണ്, ഇവിടെ ഡോട്ട് ഐറ്റംസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ നോർമലി ഡോട്ട് ഐറ്റംസ് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഈ കീ വാല്യൂസ് മാത്രമാണ് അതിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കീസ് മാത്രം പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്. ഈ ഡോട്ട് ഐറ്റംസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പം ഒരു എലമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു എലമെൻ്റ് ആയിട്ടാണ് ഐയിലോട്ട് പോകുന്നത്. ഒരു എലമെൻറ്റ് ഇനി നെക്സ്റ്റ് ടൈം, അതായത് ഫസ്റ്റ് ടൈം ഇവിടെ അനു 18 എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ആണ് ഐയിലോട്ട് പോകുന്നത്. അടുത്ത തവണ ലൂപ്പ് റൺ ആകുമ്പം അബി 15 എന്നുള്ള എലമെൻ്റ് ആയിട്ടാണ് ഐയിലോട്ട് സ്റ്റോർ ആവുന്നത്. അത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു, ടപ്പിളായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി അതിന് പകരം ഇവിടെ രണ്ട് എന്താണ് ഐ കൊമ വി എന്ന് പറഞ്ഞ് 2 വാല്യൂസ് ഉപയോഗിക്കുമ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടപ്പിൾ അൺപാക്കിംഗ്. എന്താണ്, വേറെ ഒന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്, ടപ്പിൾ അൺപാക്കിംഗ് ആണ്. ടപ്പിൾ അൺപാക്കിംഗ് ആണ് സംഭവിക്കുന്നത്. അതായത് ഐ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു എലമെൻ്റ് ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു എലമെൻ്റ് ആയിട്ടാണ് ഐയിലോട്ട് വാല്യൂ സ്റ്റോർ ആവുന്നത്. അവിടെ 2 വാല്യൂസ് ഉണ്ടാവുമ്പോൾ, അവിടെ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അവിടെ എന്താണ്, രണ്ട് ദാറ്റ് ഈസ് രണ്ട് വേരിയബിൾസ് ഉണ്ടാകുമ്പോൾ, അതായത് ഐ വി എന്ന് പറഞ്ഞ് 2 വേരിയബിൾസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ടപ്പിളായിട്ട് പോകുന്ന സാധനം ഐയിലും വിയിലുമായിട്ട് സ്റ്റോർ ആവുന്നു. ഓക്കെ, ഐയിലും വിയിലുമായിട്ട് സ്റ്റോർ ആവുന്നു. 18 ഇതാണല്ലേ നമ്മുടെ ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അനു 18 എന്നുള്ളത് ഒരു എലമെൻ്റ് ആണ്. ഒരു വേരിയബിൾ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് മൊത്തത്തിൽ ഐയിലോട്ട് അങ്ങ് സ്റ്റോറായി, എന്നിട്ട് അതൊരു ടപ്പിളായിട്ട് നമുക്ക് പ്രിൻ്റായി കിട്ടി. 2 വേരിയബിൾ യൂസ് ചെയ്യുമ്പം എന്താവുന്നു, ഇതേ ടപ്പിള് അൺപാക്ക് ആവുന്നു. 2 സിറ്റുവേഷനിലും ഒരു എലമെൻ്റ് ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്ന ലൂപ്പ് വേരിയബിൾ എന്താണോ, ഓക്കെ, ഒരു എലമെൻ്റ് ആയിട്ടാണ് ലൂപ്പ് വേരിയബിളിലോട്ട് സ്റ്റോർ ആവുന്നത്.
പക്ഷേ ഇവിടെ 2 ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു എലമെന്റ് സ്പ്ലിറ്റ് ആവുന്നു. കാരണം ടപ്പിളായിട്ടാണല്ലോ സ്റ്റോർ ആവുന്നത്. ടപ്പിളായിട്ട് സ്റ്റോർ ആവുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ടപ്പിളിൽ 2 ഐറ്റംസ് വരുന്നുണ്ട്. ആ 2 ഐറ്റംസും ഇതിലോട്ട് 2 വാല്യൂസും എന്തിലോട്ട് അൺപാക്ക് ആവുന്നു, അവിടെ കൊടുത്തേക്കുന്ന 2 ലൂപ്പ് വേരിയബിളിലോട്ട് അൺപാക്ക് ആവുന്നു. അതുകൊണ്ടാണ് 2 ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്തപ്പോൾ 2 വാല്യൂസ് ആയിട്ടും ഒരു ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്തപ്പോൾ അത് അൺപാക്ക് ആവാതെ അങ്ങനെ തന്നെ ടപ്പിളായിട്ട് ഔട്ട്പുട്ട് കിട്ടിയത്. ഇനി പോട്ടെ, ഇവിടെ ഒരു എന്താണ് നമ്മുടെ ഡിക്ഷണറിക്കകത്ത് ലൈക്ക് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പം എന്താണ് 18 ദെൻ എന്താണ് ഇങ്ങനെ ഒരു വാല്യൂയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു വാല്യൂയും കൂടെ ഉണ്ടെങ്കിൽ എന്താവും, ഒരു വേരിയബിൾ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്താൽ ഇത് മൂന്നും ഒരു ടപ്പുള്ള ഐറ്റം ആയിട്ട് ലൈക്ക് ഇതുപോലെ ഒരു ടപ്പുള്ള ഐറ്റം ആയിട്ട് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ കിട്ടും? ഞാനിപ്പോൾ ഇവിടെ 3 വേരിയബിൾസ് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഐ, വി, ദെൻ കെ എന്ന് 3 വേരിയബിൾസ് യൂസ് ചെയ്താൽ ഇത് മൂന്നും ഐയിലോട്ടും വിയിലോട്ടും കെയിലോട്ടും അൺപാക്ക് ആയിട്ട് സ്റ്റോർ ആവും. സോ എനിക്ക് എങ്ങനെ കിട്ടും ഔട്ട്പുട്ട്? അനു, ദെൻ 18, ദെൻ 12. ഈ ഒരു രീതിക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഒറ്റ വേരിയബിൾ യൂസ് ചെയ്താൽ ഇങ്ങനെയും കിട്ടും, അല്ലാതെ ഇങ്ങനെയും കിട്ടും. ഓക്കെ ആണോ? അപ്പം ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്ത ഒരു ഇതെന്ന് പറയുമ്പം വെയിറ്റ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിക്ഷണറിയിലോട്ട് എങ്ങനെ വാല്യൂസ് ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, എം ടി ലിസ്റ്റ്, ഡിക്ഷണറി മ്യൂട്ടബിൾ ആണല്ലേ. അപ്പോൾ ഡിക്ഷണറിയിലോട്ട് നമുക്ക് വാല്യൂസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എം ടി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ഒരു എം ടി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിലോട്ട് എങ്ങനെ വാല്യൂസ് ആഡ് ചെയ്യാം എന്ന് നോക്കാം, ലൂപ്പ് യൂസ് ചെയ്ത്. ഞാൻ ആദ്യം കോഡ് ഇവിടെ എഴുതാം. ഫോർ ഐ ഇൻ വെയിറ്റ്, ഇവിടെ അല്ല, ഫോർ ഐ ഇൻ, എനിക്കിപ്പം 3 വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, 3 വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റുഡൻറ്റ് നെയിം ഞാൻ ഇൻപുട്ട് എടുക്കുവാണ്. ഇൻപുട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്തത്. enter the name. Okay, then marks എന്താണ്, ഇൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. കാരണം കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കാരണം പൈത്തൺ റീഡ് ചെയ്യുന്ന സ്ട്രിങ് ആയിട്ടായിരിക്കും. സോ കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ ഇൻറ്റ് അത് ആവശ്യത്തിനനുസരിച്ച് അപ്പം കൺവേർട്ട് ചെയ്താലും മതി. സോ ഇൻപുട്ട് എന്ത് ചെയ്യാം, എൻ്റർ ദി മാർക്സ്. ഈ 2 ഇൻപുട്ടും എടുത്തു. ഇത് രണ്ടും നമുക്ക് കീ വാല്യൂ ആയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്യണം. ഇനി നമുക്ക് എന്താണ്, സ്റ്റുഡൻറ്റ് മാർക്സിലോട്ട് സ്റ്റുഡൻറ്റ് മാർക്സ് ഓഫ് ദാറ്റ് കീ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് മാർക്സ് ഓഫ് സ്റ്റുഡൻറ്റ് നെയിം. ഓക്കെ, ഈക്വൽസ് എന്താണ്, മാർക്സ്. പ്രിന്റ് സ്റ്റുഡൻറ്റ് മാർക്സ്. എനിക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. വെയിറ്റ്, അവിടെ അല്ല, ഇവിടെ ടെർമിനലിൽ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. മാർക്സ് ഒരു 30. അഗെയിൻ നെയിം ചോദിച്ചിട്ടുണ്ട്.
മാർക്സ് ചോദിച്ചിട്ടുണ്ട്, എഗെയിൻ നെയിം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 3 വട്ടമാണല്ലേ റേഞ്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ എത്ര വട്ടം നമ്മളോട് ഫോർ ലൂപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ട് ഉള്ളത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 3 വട്ടമായിരിക്കും നമുക്ക് ഇൻപുട്ട് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നത്. കിട്ടിയല്ലേ? നമുക്ക് ഡിക്ഷണറി കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പം എങ്ങനെയാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്തത്? നോർമൽ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മുന്നേ പറഞ്ഞ കോൺസെപ്റ്റ്സ് തന്നെയാണ്. അതായത് സ്റ്റുഡൻറ് മാർക്സ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിലോട്ട് മൂന്ന് വാല്യൂസ്, 3 കീ വാല്യൂസ് ആണ്, 3 എലിമെന്റ്സ് ആണ് വേണ്ടത്. സോ ഫോർ ഐ ഇൻ റേഞ്ച് 3 കൊടുത്തേക്കുന്നു. ഇനി നമുക്ക് എന്താ, സ്റ്റുഡൻറ് നെയിം എന്ന് പറഞ്ഞ് ഇൻപുട്ട് എടുക്കുന്നു, മാർക്സ് എന്ന് പറഞ്ഞ് വേറൊരു ഇൻപുട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി വാല്യൂസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഓക്കെ, വാല്യൂസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? വാല്യൂസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് മാർക്സ്, ദാറ്റ് ഡിക്ഷണറിയുടെ നെയിം, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കീ കൊടുക്കും. ഇവിടെ കീ എന്തായിരിക്കും? സ്റ്റുഡൻറ്റിൻ്റെ നെയിം ആയിരിക്കും കീ. അതായിരിക്കും എന്ത് പറയുന്നത്? ഈക്വൽ ടു വാല്യൂസ്. അപ്പം സ്റ്റുഡൻറ്റ് മാർക്സ്, ഡിക്ഷണറിയുടെ നെയിം, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കീ കൊടുക്കുന്നു. ആ ഓരോ കീയും എന്താവുന്നു? ഓരോ കീക്ക് അനുസരിച്ച് ഓരോ മാർക്സ് എന്താവുന്നു? ആക്സസ് ആവുന്നു. അപ്പോൾ പ്രിൻറ്റ് സ്റ്റുഡൻറ്റ് മാർക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മുന്നേ പറഞ്ഞ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിലത്തെ വീഡിയോ മര്യാദക്ക് കണ്ടിട്ടുണ്ടാവില്ല. സോ എന്ത് ചെയ്യാം, മുന്നത്തെ വീഡിയോ ഒന്നും കൂടെ കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്ക് 2 ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ, ഇതിപ്പം നമ്മൾ നോർമൽ ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി 2 ലിസ്റ്റ് യൂസ് ചെയ്ത് ഡിക്ഷണറിയിലോട്ട് എങ്ങനെ എന്ത് ചെയ്യാം, കീയുടെ ലിസ്റ്റും, അതായത് കീ വാല്യൂ പെയറായിട്ടാണല്ലോ ഒരു എലമെൻറ്റ് ഡിക്ഷണറിയിലോട്ട് ആഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് കീസിൻ്റെ ലിസ്റ്റ്, ഓക്കെ, നമുക്കിതൊന്ന് മാറ്റാം. EMP സാലറി എന്ന് പറഞ്ഞ് എംപ്ലോയീസിൻ്റെ സാലറി വെച്ചിട്ടുള്ളൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. എംപ്ലോയീസ് സാലറി, ഓക്കെ, EMP സാലറി. ഇനി നെയിംസിൻ്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നെയിംസിൻ്റെ ലിസ്റ്റ് എന്താണ്? ഇപ്പോൾ കൊടുക്കുവാണ് രാഹുൽ, then രോഹിത്, then അപർണ, then അശ്വതി, then ശ്രീ. ഓക്കെ, ഇതാണ് കീസിൻ്റെ ലിസ്റ്റ്. ഇനി എന്താണ്? സാലറി കൊടുക്കാം. സാലറിയുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. 5,000, 6,000, then 7,000, then 40,000, then 60,000, then 70,000, then 80,000. Okay, 3, 4, 5, 6, 7. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 5 salaries വേണ്ടുള്ളൂ. ഓക്കെ, അപ്പം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് രണ്ടും, രാഹുൽ എന്ന് പറയുന്ന ആളുടെ സാലറി 5,000, രോഹിത്തിൻ്റെ സാലറി 6,000, അപർണയുടെ സാലറി 7,000. ഈ ഒരു രീതിക്ക് എന്ത് ചെയ്യണം? നമുക്ക് എലമെൻറ്റ്സ് ആയിട്ട് ഒരു ഡിക്ഷണറിയിൽ സ്റ്റോർഡ് ആവണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? For I in range എന്താണ്? ലെങ്ത്. ഓക്കെ, ലെങ്ത് ഓഫ് നെയിംസ് എന്ന് പറയുന്ന എന്താണ്? നെയിംസ് എന്ന് പറയുന്ന ലിസ്റ്റിലെ ലെങ്ത്, അതായത് സ്റ്റാർട്ടിങ് ടു എൻഡ് എന്താണ്? ഐയുടെ വാല്യൂ സ്റ്റോർ ആവണം. ലെങ്ത് എന്ന് പറയുന്നത് എന്താണിത്? ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് നെയിംസ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെയുള്ള വാല്യൂസ് ആണ് ഐയിൽ സ്റ്റോർ ആവേണ്ടത്.
ഇനി എന്താണ് കീ എന്ന് പറയുന്നത്? ഓക്കെ, കീ എന്ന് പറയുന്നത് എന്താണ്? നെയിംസ്. കീ എന്ന് പറയുന്നത് നെയിംസ് എന്നുള്ള ലിസ്റ്റിലെ നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റിലെ വാല്യൂ ആക്സസ് ചെയ്യുന്നത്? ആ ലിസ്റ്റിൻ്റെ നെയിം, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇൻഡെക്സ് കൊടുക്കുക. ഇൻഡെക്സ് ഐ ആയിരിക്കും. കാരണം എന്താ? ഓരോ വട്ടം ലൂപ്പ് റൺ ആവുമ്പോഴും ഏത് വാല്യൂ ആയാലും സ്റ്റോർ ആവുന്നത് ഈ നെയിം എന്ന് പറയുന്ന ലിസ്റ്റിലെ ഓരോ വാല്യൂ അല്ലേ? ഐ. ഇനി വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂ എന്ന് പറയുന്നത് എന്താ? അടുത്ത ലിസ്റ്റ്. വാല്യൂ എന്ന് പറയുന്നത് സാലറി. സാലറി എന്ന് പറയുന്ന ലിസ്റ്റിൽ ഐ. ഓക്കെ, ദെൻ EMP സാലറി ഓഫ് കീ ആണ് എന്ത് വരുന്നത്? നമ്മുടെ വാല്യൂ വരുന്നത്. നമുക്ക് പുറത്ത് പ്രിന്റ് EMP സാലറി. കിട്ടിയല്ലേ? കറക്റ്റായിട്ട് ഡിക്ഷണറിയിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പം എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? അതായത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കോഡ് EMP സാലറി എന്ന് പറയുന്ന ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഒരു ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലിസ്റ്റ് അല്ല, 2 ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് അതിലോട്ട് കീ വാല്യൂ പെയർ ആയിട്ട് എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യുവാണ്. അപ്പോൾ 2 ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ലിസ്റ്റിലുള്ള വാല്യൂസാണ് എനിക്ക് ആ ഡിക്ഷണറിയിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് നെയിംസ്. ഐയുടെ വാല്യൂ എത്രയാണ്? ഏത് റേഞ്ചിനകത്താണ്? നെയിംസ് എന്നുള്ള കീസ് വരുന്ന ലിസ്റ്റായിട്ടുള്ള നെയിംസിൽ ഓരോ വാല്യൂം ഓരോ വട്ടം ലൂപ്പ് റൺ ആകുമ്പോൾ ഐയിലോട്ട് സ്റ്റോർ ആകും. സോ ഐയുടെ വാല്യൂ ഫസ്റ്റ് ടൈം ലൂപ്പ് റൺ ആകുമ്പോൾ രാഹുൽ ആയിരിക്കും, സെക്കൻഡ് ടൈം ലൂപ്പ് റൺ ആകുമ്പോൾ രോഹിത് ആയിരിക്കും, തേർഡ് ടൈം ലൂപ്പ് റൺ ആകുമ്പോൾ അപർണ ആയിരിക്കും. അങ്ങനെ പോവും. ഇനി കീ. ഓക്കെ, കീ ഈക്വൽ ടു names of I. Key equal to one second. Okay, key equal to names of ഇൻഡെക്സിനകത്ത് I. അപ്പോൾ കീ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ ഇനി സ്റ്റോർ ചെയ്യാൻ ഡിക്ഷണറിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്ന ആ കീ എന്ന് പറയുന്നത് എന്താണ്? ആ ലിസ്റ്റിനകത്ത് അല്ലേ? അപ്പോൾ ആ ലിസ്റ്റിൻ്റെ പേരെന്താണ്? നെയിംസ് ഓഫ് ഐ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നു. വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റിൻ്റെ പേര്, സാലറി എന്നുള്ള ലിസ്റ്റിൻ്റെ പേര്, ഇൻഡെക്സ്, ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ്. ആ ഒരു ലൈൻ എനിക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാല്യൂസ്, ഒരു ലിസ്റ്റിനകത്തെ വാല്യൂസ് എങ്ങനെ ആക്സസ് ചെയ്യാം? നമ്മൾ കീ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അത് മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ എക്സാമ്പിൾ എടുത്ത് പറയേണ്ടി വരും. സോ അതൊന്ന് നിങ്ങൾ ആ ലിസ്റ്റിൻ്റെ വീഡിയോ ഒന്ന് റിവാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കീയും വാല്യൂ എഴുതുന്നു. ഇനി അതിനുശേഷം EMP സാലറി ഓഫ് കീ. ഇനി നമ്മുടെ മെയിൻ ഡിക്ഷണറിയിൽ എങ്ങനെയാണ് ഒരു വാല്യൂ ആക്സസ് ചെയ്യുന്നത്? ദാറ്റ് ഡിക്ഷണറീൻ്റെ നെയിം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കീ കൊടുക്കണം. അപ്പം EMP സാലറിയാണ് ഡിക്ഷണറീൻ്റെ നെയിം, ദെൻ കീ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അതായിരിക്കും എന്ത്? വാല്യൂ. ഡിക്ഷണറിയിലെ വാല്യൂ ആക്സസ് ചെയ്യുന്നത് കീൻ്റെ നെയിം യൂസ് ചെയ്തിട്ടാണ്. അതും മുന്നേ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇനി അവസാനം എന്ത് ചെയ്യുക? നമ്മൾ ആ ഡിക്ഷണറി പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്തൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു? ഒരു ഡിക്ഷണറിക്കകത്ത് എങ്ങനെ വാല്യൂസ് ആഡ് ചെയ്യാം. ഫോർ ലൂപ്പ് നോർമലി യൂസ് ചെയ്തിട്ടും അതുപോലെ ലിസ്റ്റ് യൂസ് ചെയ്തിട്ടും. പിന്നെന്തായിരുന്നു? എങ്ങനെ ഒരു ഡിക്ഷണറിക്കകത്ത വാല്യൂസ് റീഡ് ചെയ്യാം. ഓക്കെ, ഫോർ ലൂപ്പ് യൂസ് ചെയ്ത്, 1 ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്ത്, 2 ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്ത് എങ്ങനെ സ്റ്റോർ ആവുന്ന ടപ്പിളായിട്ടാണല്ലേ? അപ്പം ലൂപ്പിനകത്ത് സ്റ്റോർ ആവുന്ന ടപ്പിളായിട്ടാണ്. അത് എപ്പോഴാണ്? നമ്മൾ ഐറ്റം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ദാറ്റ് ഡിക്ഷണറി നെയിം ഡോട്ട് ഐറ്റം എന്ന് പറയുന്ന
ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തായിട്ട് സ്റ്റോർ ആവുന്നു? ടപ്പിളായിട്ട് സ്റ്റോർ ആവുന്നു. 2 ലൂപ്പ് വേരിയബിളോ മോർ ദാൻ 1 ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ടപ്പിൾ അൺപാക്കിങ് നടന്നിട്ട് ഓരോ വേരിയബിളിലോട്ടും ഓരോ വാല്യൂസ് സ്റ്റോർ ആവുകയാണ്. ഓക്കെ, ദാറ്റ് ഐറ്റം എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ കീസ് മാത്രമായിരിക്കും പ്രിൻ്റ് ആവുന്നുണ്ടാവുക. അപ്പം അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.